Welcome to Mumbai, the city of dreams. അന്നൊരു കാര്യം ചെയ്യാൻ പറയാം, ഒരു 2-3 ദിവസം ഇവിടെ ഇറങ്ങിയിട്ട് പോവാം. അങ്ങനെ സീരിയസ്ലി അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൈസയൊക്കെ പോകും, അത് കുഴപ്പമില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു ദിവസം ബുക്ക് ചെയ്യാം. ഹോട്ടൽ അന്നേ വേഗം പോയി ബുക്ക് ചെയ്യാം. എനിക്കൊന്നും ഇവിടെ കോവിഡ് ടെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരും, പിന്നെ പറ്റില്ല എന്ന് പറയരുത്. എന്നാ ഓക്കെ, നോക്കട്ടെ. 15 വർഷത്തെ ആഗ്രഹമാണ്. നോക്കട്ടെ. അപ്പൊ ഡാഡി നാട്ടിൽ വെച്ച് നമുക്ക് കാണാം. ഭയങ്കര ആഗ്രഹമാണ് ബോംബെ കാണണം, പക്ഷെ അവസ്ഥയായി പോയി. നമുക്കൊന്നും കൂടെ വരാമല്ലോ, അടുത്തല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോട്ടൽ റേറ്റ്സ് ഒക്കെ നോക്കട്ടെ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ബോംബെ. ഹോട്ടൽ റേറ്റ്സ് നോക്കി ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യും, എല്ലാം നോക്കട്ടെ. സമയമില്ല, അപ്പൊ നോക്കട്ടെ. നാട്ടിൽ വെച്ച് കാണാം. ബൈ ബൈ. ഡാഡിയുടെ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല, 3 ദിവസം കാണുള്ളൂ. എന്തായാലും ഡാഡിയുടെ ഒരു ഫാൻ ബേസ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിൽ. അപ്പൊ ഇനി നമുക്ക് യാത്രകളൊക്കെ ചെയ്യണം കേട്ടോ. ബൈ ടു എവരിവൺ. ഓക്കെ ഡാഡി, അപ്പൊ കാണാം നാട്ടിൽ വെച്ചാ. ബൈ ബൈ ബൈ. ക്യാമറയിൽ ഒരു തംസ് അപ്പ് കൊടുത്തേക്ക്. വിചാരിച്ച അത്ര വേനയില്ല കണ്ണെന്ന് വെള്ളം വന്നാലും. അപ്പൊ ഇവിടുത്തെ ടെസ്റ്റിന് 850 ആയിരുന്നു. നിങ്ങളത് പേടിക്കണ്ട കേട്ടോ. എനിക്കും പ്രിയയ്ക്കും ഒട്ടും അൺകംഫർട്ടബിൾ ആയി തോന്നില്ല. ചെറിയൊരു ഇറിറ്റേഷൻ. ഞാനുണ്ടല്ലോ, ഞാൻ പേടിച്ചാ ചെയ്തിട്ട്. എല്ലാവരും ഭയങ്കര വേദനയാ, തൊണ്ട വേനിക്കും മൂക്ക് വേനിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇഞ്ചക്ഷനെക്കാളും ബെറ്റർ. അതെ, ഇതുകൊണ്ട് ഈ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പ്രിയ, അതുകൊണ്ട് ഞങ്ങൾ എബ്രോഡൊന്നും പോയില്ല. ഇപ്പൊ ഒമാനിലൊക്കെ ദുബായിലൊക്കെ പോകാൻ പറ്റുമെന്ന് കേട്ടായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പേടിച്ചിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി പ്രിയ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ഈ ടെസ്റ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ. സോ പ്രിയയുടെ ഡ്രീം കം ട്രൂ. പ്രിയ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിന്റെ പൈസ എനിക്ക് തന്നോണം കേട്ടോ പോയത്. ബോംബെ. അപ്പൊ നമുക്ക് ഇനി നേരെ ബോംബെ മേരി ജാൻ, ആ ഒരു വൈബ്രന്റ് സിറ്റി ഓഫ് മുംബൈ മേരി ജാൻ നമുക്ക് അടിച്ചു പൊളിക്കാം 4 ദിവസം. അതാരാ നോക്ക്, അപ്പുറത്ത് ഇറങ്ങണ്ടേ, അപ്പുറത്തെ ഹാളിലേക്ക് പോണ്ടേ. എന്തൊരു കിഡിലൻ എയർപോർട്ട് ശരിക്കും. ഞാൻ പറയാം, ഇന്ത്യയിലെ എയർപോർട്ട്സ്, മെയിൻ സിറ്റീസിലെ എയർപോർട്ട് വേൾഡിലെ എല്ലാ എയർപോർട്ടിലൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. ശരിക്കും വെരി ബ്യൂട്ടിഫുൾ. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ എബ്രോഡൊന്നും പോയിട്ട് ഇന്ത്യ അടുത്തുള്ള എയർപോർട്ട് ഒന്നും കണ്ടിട്ടില്ല. സിംഗപ്പൂറൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ യൂറോപ്പോ അമേരിക്ക ഒന്നും ഭയങ്കര ഭംഗിയുണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഫൗണ്ടൻസ് ഉണ്ട്. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്തായാലും ഭയങ്കര നല്ല ഇമ്പ്രഷൻ ആയിരിക്കും. ഈവൻ സ്റ്റാഫ്സ് ഓൾസോ വെരി നൈസ്. വേദമോൻ പെട്ടിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷെ പ്രിയ എന്തൊരു ഫെസിലിറ്റിയാ. എയർപോർട്ടിൽ നിന്ന് ഒരു ഊബറിന് ഓലയ്ക്ക് മാത്രം ഒരു ഫ്ലോർ, ഒന്നും വേണ്ട. ജസ്റ്റ് മേളിൽ വന്ന് നമ്മൾ ലിഫ്റ്റിനകത്തൂടെ വന്ന് നേരെ ഊബറിലേക്ക് കയറാം. ഭയങ്കര കൺവീനിയൻറ്റ്. അങ്ങനെ പ്രിയയുടെ 15 വർഷത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ട്രിപ്പില് മൊത്തം എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം വന്ന പോലെ ഉണ്ട് അല്ലേ. അതെ, എന്തായാലും ബോംബെ നമ്മളത് ഇറങ്ങുകയാണ് എല്ലാ രീതിയിലും. മറ്റേ അതിനെന്താ പറയാ, സെഗ്വേ, ചെറിയ കാര്യങ്ങളാണ്. സെഗ്വേ പോയി,
പിന്നെ ലേക്ക് പാലസിൽ പോയി ഷോപ്പിംഗ്, ഫുഡ്, രസമലായി, എല്ലാം അതിന്റെ കൂടെ ഇപ്പൊ എന്റെ ഫേവറേറ്റ് കാഷ്യൂനട്ടും കഴിച്ചുകൊണ്ടിരിക്കുക. ബോംബെയിൽ ഇറങ്ങുന്നത് ഫേവറേറ്റ് ഫുഡായിട്ട് വേദുമോനും കഴിച്ചോണ്ടിരിക്കുക. ഇഷ്ടം. അപ്പൊ അതേ പ്രിയ, വെൽക്കം ടു മുംബൈ. മുംബൈ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വെറുതെ അല്ല, മുംബൈ വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് എനർജിയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ സ്പിരിറ്റ് നമുക്ക് എയറിൽ തന്നെ ഫീൽ ചെയ്യാം, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഈ സിറ്റി ഇസ് അൾട്ടിമേറ്റ് ഫൈറ്റേഴ്സ് സിറ്റി. അടിപൊളി സിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഒരു അഡ്മിറേഷൻ ഉള്ള ഒരു സിറ്റിയാണ് മുംബൈ. അപ്പൊ ഗൈസ്, നമ്മള് ആ ഒരു ഐക്കോണിക് മുംബൈ വേളി സീലിംഗ്, ആ ഒരു മോഡേൺ മിറാക്കിളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്ര ഹാപ്പിനെസ് ഇതുവരെ കണ്ടിട്ടില്ല. ഫുൾ ടൈം സ്മൈലിംഗ് ആണ്. അത്രയും ആഗ്രഹമായിരുന്നു പ്രിയക്ക് ബോംബെ കാണാൻ. എന്തായാലും സാധിച്ചു. സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചില്ല ഞാൻ ഇന്ന് മുംബൈയിലായിരിക്കും. ഞാൻ വീട്ടിൽ പോകാനിരുന്ന ആളാ. ഇതാണ് ലൈഫ്, ഫുൾ ഓഫ് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ഗൈസ്, ഞങ്ങൾ ഇന്ന് റൂം ടൂർ കാണിക്കുന്നില്ല. ഞങ്ങളപ്പോൾ പ്രസിഡന്റ് ഹോട്ടലാണ് മുംബൈയിലെ. അത് ഒരു കിടില സംഭവമാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു ഹോട്ടലിൽ ഒരു സെപ്പറേറ്റ് വ്ളോഗ് ഞങ്ങൾ ചെയ്യും. കാരണം ഇറ്റ് ഡിസേർവ്സ് ദാറ്റ് മച്ച്. അത്രയും അടിപൊളി ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങളിപ്പം റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് മുംബൈ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. പ്രിയ, അപ്പോൾ വെൽക്കം ടു മുംബൈ. നമ്മൾ തുടങ്ങുന്നത് തന്നെ കൊളാവ മാർക്കറ്റിൽ നിന്നാണ്. നമുക്ക് ആദ്യമേ കോഫി കുടിക്കാം അല്ലേ? അതൊക്കെ പിന്നെ നോക്കിയാൽ എന്തെങ്കിലും കഴിക്കണം. അവിടെ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. എന്തൊരു ഞാനും എന്തൊരു സന്തോഷം നോക്ക്, വന്ന് ഇറങ്ങിയത് തന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഫുഡ് എക്സ്പ്ലോറേഷൻ തുടങ്ങുവാണ്. ഞാൻ ഒളിമ്പിയ എന്ന് പറഞ്ഞ കോഫി ഹൗസ്, ഏകദേശം 102 years ഓൾഡ് ആണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ചിക്കൻ കട്ട്ലറ്റും ഒരു മട്ടൻ്റെ ഒരു കബാബും ഭയങ്കര ഫേമസ് ആണ്. സോ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ ലവ് സച്ച് ഓൾഡ് റസ്റ്റിക് പ്ലേസസ് ഫുൾ ഓഫ് ക്യാരക്ടർ. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു സത്യം പറഞ്ഞാൽ 22 ദിവസം കഴിഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര എനർജി. സോ നല്ല കട്ട്ലറ്റും കോൾഡ് കോഫി ഫുഡും സ്ട്രീറ്റ് ഫുഡും. ഞാൻ ഒരു ബ്ലോഗ് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യും, എല്ലാ സ്ട്രീറ്റ് ഫുഡും പോയി എക്സ്പ്ലോർ ചെയ്യുന്ന മുംബൈയിൽ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ എക്സൈറ്റിംഗ് ഒരു 4 to 5 days ഇൻ മുംബൈ. അപ്പോൾ തുടക്കം തന്നെ പ്രിയ വേദനയും കൊണ്ട് വരാൻ പറ്റില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും എല്ലാ സ്ട്രീറ്റ് ഫുഡും ഒറ്റ അടിക്ക്. അടിപൊളിയല്ലേ അത്? ഇതൊക്കെയാണ് ശരിക്കും മുംബൈ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത്. കട്ട്ലറ്റ് ഒക്കെ പ്രിയ, നല്ല കട്ട്ലറ്റ്. ഇത് മട്ടൻ കബാബാണ്, പക്ഷെ കട്ട്ലറ്റ് പോലെ ഇരിക്കുന്നു. നല്ല ചട്നി, സാലഡ്, ഈ ഒരു ആംബിയൻസ്. ഐ എം സോ എക്സൈറ്റഡ്. ഭയങ്കര സന്തോഷം മെനു കണ്ടപ്പോൾ. എന്താണെന്നറിയോ? ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അത് ചോദിക്കട്ടെ. ഭയ്യ ബ്രെയിൻ ഫ്രൈ ഹേ? ഓ ഉണ്ട്, ब्रेन फ्राई, मटन ब्रेन फ्राई इज सो टेस्टी. मुझे एक लेना, एक प्लेट ब्रेन फ्राई, प्लेन मसाला ब्रेन फ्राई. ठीक है. सो തുടക്കം തന്നെ അടിപൊളി. പ്രിയ ബ്രെയിൻ ഫ്രൈ ഇഷ്ടമാണോ? ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വേദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ 2 പപ്പാനിയാണ്. നമ്മൾ മാരിറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വേദു 2 പപ്പാനി. ഫുൾ ഫ്ലൈറ്റും ഇവിടെ വന്നിട്ടും ഫുൾ കളി വേദു പപ്പാനികളായിട്ടായിരുന്നു. പപ്പാനികൾ അങ്ങോട്ടിടിക്കും ഇങ്ങോട്ടിടിക്കും അല്ലേ വേദു? പാവ പപ്പാനി. കണ്ടു, ഇതാണ് വേദുവിൻ്റെ കളി ഇപ്പോഴത്തെ. ഒരു രക്ഷയില്ല. മട്ടൻ്റെ ഒരു കീമ പോലത്തെ സാധനം, അകത്ത് കുറച്ച് കൊറിയാൻഡർ, കുറച്ച് ചില്ലി. ആ വേദു, പപ്പാനി. ഇത് കട്ട്ലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബോംബെ തന്നെ വരണം തോന്നുന്നു. ടു ഗുഡ് ലിപ് സ്മാക്കിംഗ്. ചിക്കൻ കഴിച്ചു നോക്കാം. ഞാൻ ചിക്കൻ കട്ട്ലറ്റ് പ്രിയയുടെ എക്സ്പ്രഷൻ നോക്കാം. നല്ല മുരിഞ്ഞ കട്ട്ലറ്റ്, കട്ട്ലറ്റ്. ഇനിയിപ്പോൾ പ്രിയയുടെ ഒരു ചിരിയാണ്. നല്ലതാണെങ്കിൽ മാത്രം പറയാൻ പാടില്ല കേട്ടോ, ഒരിക്കലും ആവില്ല. അതെ, ഏറ്റവും ഫേമസ് ആണ് പപ്പാനി. ചൂടല്ലേ? തുപ്പരുത്, കടിച്ചറപ്പിക്കണം. പൊള്ളിയാലും ഫുഡൊന്നും നമ്മള് തുപ്പുന്നതായിരിക്കില്ല. ക്രിസ്പിയാണോ? ആണോ? അതേതു കഴിക്കുന്നുണ്ടെന്ന്
ഇവരുടെ ചിപ്സ്. ആ വേദു കഴിക്കുന്ന എടുക്കാൻ. ഓക്കെ എടുത്തു വേദു. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഞാൻ കുറച്ച് കഴിച്ചു, പക്ഷെ കട്ട്ലറ്റിൻ്റെ ഒക്കെ സൈസ് തന്നെ കണ്ട ഭയങ്കര ടേസ്റ്റാണ്. എന്ത് അത് ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, സോറി ഞാൻ ഒരെണ്ണം എടുത്തു. ഓ ഫുൾ ചിക്കൻ്റെ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ അവരുടെ ഒരു ലൈറ്റ്ലി സ്പൈസ് മസാല. ഇറ്റ്സ് ടു ടേസ്റ്റി. നല്ല ചൂട് കട്ട്ലറ്റ്, കോൾഡ് കോഫി. ഓ ഭയങ്കര ടേസ്റ്റ്. ഒറ്റ വലിക്ക് തീർന്നു. പോരാന്ന് പറഞ്ഞ സാധനമല്ല കേട്ടോ, ക്വാണ്ടിറ്റി എനിക്ക് പോരാ, അത് അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട്. വന്നു ഗൈസ്, വന്നു കിടിലൻ ബ്രെയിൻ ഫ്രൈ. ഇനി ഒരു നോൺ വെജിന്റെ പ്രളയമായിരിക്കും മുംബൈയിൽ. ഐ ലവ് ബ്രെയിൻ ഫ്രൈ. ടേസ്റ്റ് ഞാൻ കൊതിയായിട്ട് വയ്യ. ഗൈസ് ബ്രെയിന് വേദുവിന് എന്നെ പപ്പാനി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബ്രെയിൻ ആക്ച്വലി ബ്രെയിനാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മിക്കവരും കഴിക്കില്ല, പക്ഷെ അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ സോ ടേസ്റ്റി. വെരി ക്രീമി, വെരി റിച്ച് ഇൻ ഫ്ലേവർ, ഡെൻസ്. ഒരു വായിൽ അത് കഴിക്കുമ്പോൾ തന്നെ എന്താ പറയുക, എന്നെ വായിൽ കപ്പലോടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെയിൻ ഫ്രൈ. അത് പെർഫെക്റ്റ് ആയിട്ട് ഇവർ ലൈറ്റ്ലി മസാലയൊക്കെ ഇട്ട് കുറച്ച് ഗ്രീൻ ചില്ലീസൊക്കെ ഇട്ട്. പ്രിയ ഒരു സ്പൂൺ കഴിച്ചു നോക്ക്. വലിയ ചൂടില്ല, കഴിക്കുമ്പോ തോന്നുന്ന. ചൂടാ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? ക്രീം കഴിക്കുന്ന പോലെ ഇല്ലേ? ഇറ്റ്സ് ബ്രെയിൻ ഫ്രൈ. ഊതിയിട്ട് കഴിച്ചോ? കണ്ട പ്രിയ ആദ്യമൊക്കെ പറഞ്ഞു ബ്രെയിനോ എന്നൊക്കെ പറഞ്ഞു. ഈ ബ്രെയിൻ കഴിക്കുന്നോണ്ട് നമുക്ക് ബുദ്ധി കൂടും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് പറഞ്ഞാണ് എന്നെ അമ്മ കുറെ തീറ്റിച്ചത് കൊച്ചിന്റെ. അല്ല ഭയങ്കര ഹെൽത്തിയാ. അതൊക്കെ വിട്, എന്റെ ടേസ്റ്റ് നോക്കും പ്രിയ. കിട്ടില്ലല്ലേ? ഔട്ട്സ്റ്റാൻഡിങ്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. മതി. കൊള്ളാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നാട്ടിൽ കിട്ടില്ല. ഞാൻ കിട്ടുമായിരിക്കും, അങ്ങനെ റേറാ. കിട്ടും, വളരെ റേറാ. അല്ല മാർക്കറ്റിൽ കിട്ടും. ഞാൻ ഹോട്ടലുകളിലെ ഐ ലവ് ദിസ്. അപ്പോൾ ഹൗസ് ഓഫ് സ്റ്റാർട്ട് മുംബൈ. അങ്ങനെ ക്രഞ്ചി ഒന്നും ആവണ്ട. ഹൗസ് ഓഫ് സ്റ്റാർട്ട് മുംബൈ എന്ന് പറയാം. തൊട്ട് ഓപ്പോസിറ്റ് ഷോപ്പിംഗ് മാർക്കറ്റുമാണ്. ഗൈസ് ഈ കാണുന്നതാണ് ലിയോപോർട്ട് കഫേ ആൻഡ് ബാർ. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെയാണ് മറ്റേ മുംബൈ ആക്രമണത്തിലൊരു മെയിൻ ഏരിയ ഇതായിരുന്നു. ഈ ലിയോപോർട്ട് കഫേ ബോംബ് ബ്ലാസ്റ്റിൻ്റെ അകത്തുണ്ടായിരുന്നല്ലോ. ഭയങ്കരമായിരുന്നത്. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അതുമാത്രമല്ല ഇതിപ്പോൾ കൊളാബ മാർക്കറ്റാണ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറ്റിയ ആക്ടിവിറ്റി ഇത് തന്നെയാണ്, ഷോപ്പിംഗ് ഫോർ പ്രിയ. പ്രിയ തുടങ്ങിയിട്ടുണ്ട്. ബാർഗൈനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നൈസ് ഗൈസ്. ഇത് 3 എണ്ണം അല്ല, ഒരെണ്ണത്തിന് 250 പറയുന്നത്. പക്ഷേ ഞാൻ ബാർഗൈനിങ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ബാർഗൈനിങ് വീഡിയോ കാണാൻ ഇഷ്ടമല്ലേ? ഞാൻ 3 എണ്ണത്തിന് ഒരു 500 രൂപ ഒക്കെയാണ്. ഏതെടുത്താലും 250. അപ്പോൾ 3 എണ്ണം 500 രൂപയ്ക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കാണും എങ്ങനെയാണ് ബാർഗൈൻ ചെയ്യേണ്ടതെന്ന്. മെയിൻ ടിപ്പ് എന്താ പറയുക, ഒരു കടയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2-3 ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ വേദുവിനെ പപ്പാനീനെ കാണിക്കണം. അവരത് എന്തെങ്കിലും കുറച്ച് തരാൻ നോക്കും. അപ്പോൾ ഞാൻ ഒരു ഹിഡൻ ബാർഗൈനിങ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പ്രിയ ഏതൊക്കെ എടുത്തപ്പോൾ? ഇതെടുത്തു, പാൻസ്. ഓക്കെ നൈസ്. ഓക്കെ ഇതെടുത്തു, ടോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് 250 വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ബാർഗൈൻ ചെയ്യട്ടെ.
യു വോണ്ട് ഡു നോ അതും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചോ അപ്പോൾ എന്നെ അടിക്കും हिडन वीडियो कमिंग सून भैया तो हम 3 लेगा हाँ जी 750 750 क्या भैया हम इतना ज़्यादा ले रहे हैं हम मुंबई देखने के लिए आया यहाँ आपका मेहमान बनकर आया है अब थोड़ा कम कर देना मैं 400 में देना ना 3 ले रहा है ना अभी 600 है थोड़ा और कम कर देना भैया अभी 3 ले रहा है तो 450 कर देना ओके इन बिटवीन 500 ओके 475 भैया 500 गुड प्राइस रीजनेबल प्राइस ഇനി ചോദിച്ചാൽ അടിക്കും കേട്ടോ हाँ ओके പെട്ടെന്ന് കിട്ടി പക്ഷെ അധികം ബാർഗനിങ് ചെയ്യേണ്ടി വന്നില്ല 500 എടുക്കുക 500 ठीक है भैया सब अच्छा है ना कोई प्रॉब्लम नहीं है ना कलर कुछ नहीं जाएगा ना कुछ नहीं ठीक है സക്സസ് അങ്ങനെ ഒരു ബാർഗനിങ് വീഡിയോ കിട്ടി അപ്പോൾ അത് ആ കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പ്രിയ എത്തിയിരിക്കുവാണ് എനിക്ക് എല്ലാ ബാർഗനിങ്ങിൽ നിന്നും എടുക്കാൻ പറ്റില്ല കാരണം വേദു കയ്യിലുണ്ട് എല്ലാം കൂടെ പാടാണ് പക്ഷേ ഇങ്ങനെ വേദുവിനെ ഇടയ്ക്കിടയ്ക്ക് താഴെ നിർത്തിയിട്ടാണ് ഈ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ബാർഗനിങ് വീഡിയോ കണ്ടല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതി ബെസ്റ്റ് റേറ്റ് കിട്ടും പ്രിയ ശരിക്കും ഒരു ബാങ്കോക്ക് ഫീൽ ഇല്ലേ അല്ലേ സ്ട്രീറ്റ് മാർക്കറ്റും നല്ല നല്ല ഡ്രസ്സസ് ഉണ്ട് ഹാപ്പിയാ വേദു ഷോപ്പിങ്ങിൽ ഹാപ്പി കണ്ടോ ഹാപ്പി ബോയ് ഇനി കളിക്കണം ആ ഇത് കൊള്ളാം അതെ നന്നായി വില പറയണം അതാ ഭയങ്കര വില കൂട്ടിയായിരിക്കും പറയുന്ന ഓരോന്ന് അപ്പോൾ പ്രിയ എടുത്തിട്ടുണ്ട് അങ്ങനത്തെ 2 എണ്ണം എടുത്തു അതൊരെണ്ണം പാക്ക് ചെയ്തു എന്നാലും വേറെ 2 എണ്ണം വാങ്ങിയിരിക്കുവാണ് വേദുവിന് ഈ ആക്ഷൻ ഫിഗേഴ്സ് വേണം പക്ഷെ അത് ടോയ് അല്ല ഭയങ്കര റേറ്റ് ആണ് 2000 രൂപയ്ക്ക് അത് പറയുന്നത് വേദുവിനാണെങ്കിൽ എടുത്ത് ഓടിക്കാൻ അത് ചാടി എടുക്കാൻ നോക്കുന്നു വേണ്ട അത് വേണ്ട അപ്പോൾ ക്യാപ്റ്റൻ പേർക്ക് ഇപ്പോൾ വാങ്ങിയല്ലോ നമുക്ക് വേറെ ടോയ് വാങ്ങാം ബാ അപ്പോൾ ടോയ് വാങ്ങിത്തരാം അത് ആക്ഷൻ ഫിഗർ അത് അനങ്ങില്ല കയ്യും കാലൊന്നും അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ഏതെങ്കിലും ഇടയ്ക്ക് ഡൈപ്പർ ചേഞ്ച് ആണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇതുപോലത്തെ മക്ഡോണൾഡ്സ് ഏതെങ്കിലും ഷോപ്പൊക്കെ കാണും അപ്പോൾ മിക്ക പാരൻസും അറിയാം ഡൈപ്പർ ചേഞ്ച് ആണ് ഒരു ഏറ്റവും വലിയൊരു പാട് ഇപ്പോൾ ഞങ്ങൾ നിന്നുകൊണ്ടാണ് ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നത് കൊച്ചിലൊക്കെ കിടന്നുകൊണ്ടായിരുന്നു സോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു ടൈം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ മക്ഡോണൾഡ്സോ അല്ലെങ്കിൽ മോളോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യുക കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കിട്ടില്ല സോ അപ്പോൾ നല്ല സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് വിടുക അത് എക്സ്ട്രാ ഡൈപ്പേഴ്സ് ആയാലും കുഴപ്പമില്ല അതാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് പാൻ ഐ ലൈക്ക് ചോക്ലേറ്റ് പാൻ കണ്ടാ നല്ല ടേസ്റ്റാ പറയാ ഭയങ്കര ടേസ്റ്റാ നോക്കട്ടെ ഭയങ്കര ടേസ്റ്റാ ചോക്ലേറ്റ് പാൻ ആ ഇത് വേദുവിന് പറ്റില്ല ഇത് പാനാ താത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എങ്ങനെ തരുമോ അത് കളർ കണ്ടിട്ട് വേദു ചോദിക്കുന്നത് പൂരാ ഇത്ത പാന വൈറ്റ് എടുത്താൽ മതി ഇത് ചോക്ലേറ്റ് മാത്രമേ അത് മര്യാദയ്ക്ക് കടിക്കണം ഫുള്ളായിട്ട് കടിക്കണം പ്രിയ ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ആരില്ല മിഠായി കഴിക്കുന്ന പോലെ ആ അങ്ങനെ ഒരു വലിയ ബൈറ്റ് എടുക്കുക ഓക്കെ അപ്പം എന്തെങ്കിലും കിട്ടും എന്ത് വാങ്ങുന്നല്ലേ ഇത് വെറുതെ ഫിറ്റ് ആ വിലെന്താ കാണിക്കുന്നത് ആ ചോക്ലേറ്റ് പാൻ കയ്പുണ്ട് ആണോ അതാ ഞാൻ കഴിക്കാം എന്താ പാനിന്റെ ഞാൻ കഴിക്കട്ടെ ആണോ മൊത്തം കഴിക്കുമോ അപ്പൊ ഏക്കാത്തേനാ ഭയ പ്രിയ ആദ്യം എല്ലാം തോന്നു പറയും വലിയ ആളെ പോലെ എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ കഴിക്കും നിങ്ങളും അങ്ങനെയാണെങ്കിൽ പറയാം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഓർഡർ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾ വേണ്ടെന്ന് പറയും പിന്നെ എടുത്ത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഗൈസ് സത്യം പറയാലോ എനിക്ക് ശരിക്കും ഡ്രസ്സിന്റെ അധികം ആവശ്യമില്ല പക്ഷെ വണ്ണം വെച്ചിട്ട് യു ഗൈസ് വോണ്ട് ബിലീവ് എനിക്ക് കയറുന്നില്ല എന്റെ ടീഷർട്ട്സ് ഈ ഒരു 22 ഡേയ്സ് ആയിട്ടുള്ളൂ അപ്പൊ കുറച്ച് ഇതുപോലത്തെ വണ്ണം അറിയാത്ത ഡ്രസ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചു നൈസാണ് ഇത് സാറയുടെ ആണ് അപ്പോ കുഴപ്പമില്ലല്ലോ ഒരു 3 എണ്ണം എടുക്കണം ഷർട്ട്സ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പക്ഷെ ടീഷർട്ട്സ് എനിക്ക് ഇഷ്ടമാണ് ഒന്നും ഇടാൻ പറ്റില്ല നാട്ടിൽ പോയാലും ഒരു 10-15 ദിവസത്തേക്ക് എനിക്ക് വെയിറ്റ് പറയാതെ എന്റെ പഴയ ഡ്രസ്സ് ഒന്നും കയറില്ല അപ്പൊ ഒരു ടോട്ടലി ഒരു 5-6 ഡ്രസ്സ് എടുത്തേ പറ്റൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് എന്ത് കഷ്ടം നോക്കിക്കേ ഓഫ് ചെയ്തോ അപ്പം ഞാൻ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും അടുത്തത് പ്രിയ സ്റ്റക്കായി എനിക്ക് സത്യമായിട്ടും തോന്നുന്നു ഞാൻ ബഡ്ജറ്റ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുമല്ലോ Q&A എന്തായാലും ചെയ്യും നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് ഹോട്ടൽസും ഫുഡും എല്ലാം പക്ഷേ ഷോപ്പിങ്ങിൻ്റെ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല കാരണം ഒരു ഐഡിയ ഇല്ല കണക്കില്ലാതെയാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്തിരിക്കുന്നത് എക്സിബിഷന് വേറെ ഉള്ളത് വേറെ അത് വിട് അതല്ലാതെ നമ്മുടെ പേഴ്സണൽ ഷോപ്പിംഗ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ എങ്ങനെ കണക്ക് വെക്കും ഞാൻ കണക്ക് വെച്ചിട്ടില്ല വെളിച്ചിട്ട് നോക്കാൻ അതുകൊണ്ട്
എക്സ്പെൻസ് വീഡിയോയിൽ ഡ്രസ്സുകൾ കാണില്ല, കാരണം ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെ വാങ്ങിയത്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഈ ഷോപ്സ് ഒക്കെ നടത്തുന്നവർ ക്യാഷ് കൗണ്ടറിൽ മോഷണമൊക്കെ ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതേ നിൽക്കുന്നു, പോയി വിളിക്കും. ഗാർഡ് കണ്ടോ, ഗാർഡ് ഉണ്ട് കണ്ടോ. ബോബോനെ കണ്ട, പൈസ മോഷ്ടിച്ച കടിക്കും, കണ്ട കടിക്കുന്ന ഡോഗ്. പ്രിയ എങ്ങനെയുണ്ട് പ്രിയ? എന്റെ എക്സൈറ്റ്മെന്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഐക്കോണിക് ഗേറ്റ് വേ ഇത് ആക്ച്വലി എന്തിനാണെന്ന് അറിയാം, എല്ലാവർക്കും ഗേറ്റ് വേ എന്നറിയാം. ഇത് ഇറക്കിയിരിക്കുന്നത് കിങ് ജോർജ് 5 1911 ഇങ്ങോട്ട് വരുമായിരുന്നു. അങ്ങേരുടെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗേറ്റ് ഇറക്കിയിരിക്കുന്നത്. അതിനു വേണ്ടി ഇത്ര എഫേർട്ട് എടുത്തിരിക്കുന്നു. 4 വർഷം എടുത്തെന്ന് തോന്നുന്നു ഇത് പണിയാൻ. ഇതാണല്ലോ അത് ഐക്കോണിക് ഗേറ്റ് വേ. പ്രിയയുടെ ഭംഗിയുണ്ട്. പ്രിയനെ ഇവിടെ നിർത്തി ഓരോ പോസ്റ്റിൽ ഫോട്ടോ എടുപ്പിക്കുവാണ്. ഈ ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോകണം. പ്രിയയുടെ ഭയങ്കര പോസിങ്. വ്ളോഗിങ് നടക്കുന്നില്ല, ഫോട്ടോ സെഷൻസ് മാത്രം. എങ്ങനെയുണ്ട് പ്രിയ? ഡ്രീം കം ട്രൂ ആണ് ഇതൊക്കെ അല്ലേ? ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇപ്പൊ ഇന്ന് ബോംബെയിലായിരിക്കും. ഞാൻ വീട്ടിലിരുന്ന് വല്ല TV കാണുമോ അങ്ങനെ വല്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോയി പണിയെടുക്കുമോ, അതൊക്കെ ആയിരുന്നേ. അത് നോക്ക്, അടുത്ത ഡ്രീം താജ് മഹൽ ഹോട്ടൽ. ഇതിലാണ് മറ്റമ്മമാർ വന്ന് കയറി അടിച്ചത്. പക്ഷെ നമ്മുടെ പവറാണ് തിരിച്ച് പെട്ടെന്ന്, എനിക്കൊന്നും എത്ര 1 വർഷമോ 6 മാസത്തിലെങ്ങാണ്ട് ഫുൾ റീകൺസ്ട്രക്ട് ചെയ്ത് ഫുൾ ഫങ്ഷനിങ് ആയി. ഇന്ത്യനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ്. എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്, ഫേവറേറ്റ് ബ്രാൻഡാണ് ടാറ്റ. ഐ ലവ് ദം. They inspire me so much. Excellence out of India എന്ന് പറയുന്നത് അവർ തന്നെയാണ്, ടാറ്റ ഗ്രൂപ്പ്. ഇവരുടെ 2 എണ്ണം ഉണ്ട്. ഒന്ന് പഴയ ഹെറിറ്റേജ് വിങ്ങും ഒന്ന് പുതിയ വിങ്ങും, അങ്ങനെ ഏതോ ആണ്. പക്ഷെ എനിക്ക് ഏതാണെന്നൊന്നും അറിയില്ല. അടുത്ത തവണ ഹോപ്പ്ഫുള്ളി പ്രിയ ബോംബെ വരുമ്പോൾ നമ്മൾ ഈ താജ് ഒരു ദിവസം താമസിക്കുന്നതായിരിക്കും. എല്ലാ തവണയും ഇവിടെ എപ്പോഴും താമസിക്കാൻ പറ്റില്ല, പക്ഷെ ഹോപ്പ്ഫുള്ളി ഇവിടെ താമസിക്കാം നമ്മളൊരു തവണ. പ്രിയ എന്തൊരു രസമല്ലേ? എനിക്ക് താജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൽ കൂടെ നടക്കാനൊക്കെ ഒരു ഭയങ്കര ഫീൽ തന്നെയാണ് അല്ലേ? ശരിക്കും ഇതാണ് നമ്മൾ എല്ലാ മുംബൈ സിനിമയിലും കാണുന്നത് അല്ലേ? ഇങ്ങനത്തെ ബീച്ചിലും നടക്കുന്നതും. നമ്മൾ പാനിപ്പൂരി കഴിക്കണ്ടേ? എന്തായാലും വേണം. നല്ല സ്ഥലം. നല്ലൊരു കോഫിയും പാനിപ്പൂരിയോ വടപ്പാവോ സമൂസയോ അല്ലേ? ഓ പ്രിയ, ഇതാണ് പ്രിയ ബോംബെയുടെ ഒരു ഫീല്. ഇനി അവിടെ നമുക്ക് പോയി നല്ല പാനിപ്പൂരിയും പാവാജിയും ഒരു ചാട്ട് മസാല സോഡ, പ്രിയക്ക് ഇഷ്ടമല്ലാത്ത ചാട്ട് മസാല സോഡയും പ്രിയയുടെ കോഫിയും ഒരു ബീച്ചിലെ വ്യൂവും ഫീല് തന്നെയല്ലേ ബോംബെ ശരിക്കും. അപ്പോൾ ഏറ്റവും ഫേമസ് സാധനം ഗോല. ഞാൻ മാംഗോ ഗോലയാണ് പറഞ്ഞിരിക്കുന്നത്. മാംഗോ ഗോല ഇല്ലാതെ എന്ത് ബോംബെ അല്ലേ? ഗോല സ്റ്റിക്ക് ഇല്ലാതെ. എന്താ ഇത്? മാംഗോ ഇൻ ഐസ്, വേറെ ഒന്നുമില്ല. സിപ്പപ്പ് പോലെയാണോ? പ്രിയ കഴിച്ചു നോക്ക്, പല്ലൊക്കെ തരിച്ചു വരും. എന്തൊരു സുഖമാണെന്ന് നിനക്ക്. മാംഗോന്റെ ഒരു പുളിയും ഐസിന്റെ തണുപ്പും മാംഗോന്റെ മധുരവും. പ്രിയ അടുത്ത മെയിൻ സാധനം പാനിപ്പൂരി ട്രൈ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കോഫി പറയാം. അങ്ങനെ ഇട്ടോണ്ടിരിക്കും പാനിപ്പൂരി. അങ്ങനെയാ ഇവിടെ പാനിപ്പൂരിക്ക് ഒരു പ്ലേറ്റ് തരും, നമ്മൾ ഇട്ടോണ്ടിരിക്കും. ലാസ്റ്റ് പൈസ കൊടുത്താൽ മതി. സ്വീറ്റ് മതി പാനിപ്പൂരി.
ആദ്യമേ സ്വീറ്റ്, ഇത് സ്പൈസി. ലാസ്റ്റ് വൺ 6 മതി. പാനിപ്പൂരി, ഡ്രൈ പൂരി. ലാസ്റ്റ് വെറുതെ ഒരു ഡ്രൈ പൂരിയും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. പാനിപ്പൂരി തന്നെയാണ് ബെറ്റർ. അങ്ങനെയോടെ ഇടണം വായില്. ഇടട്ടെ? അടിപൊളിയല്ലേ? നാട്ടിൽ ഞാൻ ഒരിക്കലും കഴിക്കാത്ത സാധനം ഇത് അല്ലേ? അടുത്ത പ്ലേറ്റ് ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചാൽ മതി, ഒന്നും പറയണ്ട. പ്ലേറ്റ് കാണിച്ചാൽ മതി, ഇട്ടോളും. ഓർഡർ ഒന്നും ചെയ്യണ്ട. ഇത്രയും നല്ലൊരു പാനിപ്പൂരി കപ്പലണ്ടിയും പയറും എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. വന്നു ഓൾറെഡി. എനിക്ക് പാനിപ്പൂരി ഇഷ്ടമില്ലാത്തതാണോ? ആ, എനിക്കും. ഔട്ട്സ്റ്റാൻഡിങ്. അടിപൊളിയല്ലേ? സൂപ്പർ കേട്ടോ. ആ, ഭയങ്കര ടേസ്റ്റ്. മൂന്നാമത്തെയാ. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഇനി ഞാൻ പാനിപ്പൂരി എപ്പോഴും കഴിക്കും. അതിന്റെ ബോംബെയിലൊക്കെ വരേണ്ടി വരും നല്ലത് ഇതുപോലെ കഴിക്കണമെങ്കിൽ. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അടുത്തത് വന്നുകൊണ്ടിരിക്കുക. ഇല്ല ഇല്ല, 6 കഴിച്ചേ പറ്റൂന്ന് അവര് പറയുന്നത്. അതാണ് റൂളെന്ന്. 4ാമത്തെ പോട്ടെ. അടുത്തത് ഞാൻ കഴിക്കാം, ചോക്ലേറ്റ് പാൻ. എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിട്ട്. ചോക്ലേറ്റ് പാനാ. ഞാൻ പാനിപ്പൂരി 6 കഴിച്ചു. ഞാൻ പാനിപ്പൂരി 6 കഴിച്ചു. ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് ഞാൻ കഴിച്ചത്. നല്ല കിട്ടിലെ ചോക്ലേറ്റ് പാൻ ഉണ്ട്. ചോക്ലേറ്റ് പാൻ അൺബിലീവബിളി ഗുഡ്. ഭയങ്കര ഇഷ്ടം എനിക്ക്. പാനിന്റെ മിൻറ്റി ഫ്ലേവറും. ഇത് തന്നെ റെസ്റ്റോറൻറ്റ് സീറ്റിംഗ് ഏരിയ ആണ്. മെനു ഇവിടെ കൊണ്ടുവന്ന് വരും. ഇവിടെ താഴെ ഇരുന്ന് കഴിക്കാം. പക്ക ബീച്ച് വ്യൂ ഫ്ലോർ സീറ്റിംഗ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഇത് കണ്ട ലാൻഡ്സ്കേപ്പ് ഫുൾ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ്. കോഫി അങ്ങനത്തെ ഒരു സ്റ്റാളിലും കോഫി ഇല്ല. കോഫി കുടിക്കണമെങ്കിൽ നമ്മൾ നല്ല ബീച്ചിൽ വന്ന് ആ ബീച്ചിൽ കൂടെ നടന്ന് ചൂട് കോഫി കുടിക്കാം. എന്തൊരു ഫീൽ അല്ലേ? ഭയങ്കര ക്ലീൻ അല്ലേ? ഭയങ്കര വൈബാ. എനിക്ക് ക്ലീൻ തന്നെയാ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത്. ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ബീച്ച്, അത് ഇത്രയും ഫുഡും ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഭയങ്കര ക്ലീനാ ബീച്ച്. സുഖമായിട്ടിരിക്കാം. ഗൈസ്, അപ്പോൾ അത് കിഡിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നല്ല വിശപ്പുണ്ട്. അപ്പോൾ ലിങ്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹിഡൻ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തൊക്കെ ചിയാങ് പോലെ വളരെ ലെജൻഡറി ആണ്. ഇവിടുത്തെ ഗൈഡ് ബുക്സിലൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ചൈനീസ് ഫുഡ് ശരിക്കും നല്ലത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് നേരെ പോയി ചൈനീസ് ഫുഡ് കഴിക്കാം. പക്ഷേ പ്രിയയ്ക്ക് വിശപ്പൊന്നൊരു വിഷയമല്ല. കാരണം പ്രിയയുടെ കയ്യിൽ ഷോപ്പിങ്ങിൻ്റെ ഫുൾ സാധനങ്ങളാണ്. അതല്ലാതെ എൻ്റെ ബാഗിലും പ്രിയയ്ക്ക് വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഇൻ മുംബൈ കിഡിലനായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നല്ല കിഡിലൻ ചൈനീസ് ഫുഡ് കഴിക്കട്ടെ. ഹോപ്പ്ഫുള്ളി പോർക്കെങ്കിലും കിട്ടുന്നു വിശ്വസിക്കുന്നു. Guys, very famous restaurant. This is Links Restaurant. 1945 established ആണ്. It's really good. One of the best Chinese restaurants in Mumbai എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ കയറി കഴിക്കാം. അല്ലേ പറയാ? ചൈനീസ് കഴിച്ചിട്ട് കുറേ ആയി. നമ്മുടെ ചിയാങ്ങിൻ്റെ ഒക്കെ ഓർമ്മ വരുന്നു. നല്ല ഇൻറ്റീരിയേഴ്സ് ആണ്. പോയത് തന്നെ ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. അവിടെ ചെറിയൊരു പോണ്ട് പോലെ ഉണ്ട്.
ഇതങ്ങനെ ഹൈ എൻഡ് ഒന്നുമല്ല, റേറ്റ് കുറച്ച് കൂടുതലാണ്. ഒരു പോർക്ക് ഡിഷിനൊക്കെ 500 രൂപ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ലെജൻഡറി ആണ്. അപ്പോൾ ലെജൻഡറി സ്ഥലങ്ങളാണ് ഞങ്ങൾ ബോംബെയിൽ കൂടുതൽ വിസിറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവൻ മേളിൽ സീറ്റിംഗ് സ്പേസ് ഉണ്ട്, റൂഫ് കണ്ട നല്ല രസമാണ്, ബ്ലിങ്കിങ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ക്ലോസ് ടു 75-80 ഇയേഴ്സ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഫുഡും അതുപോലെ എന്തായാലും നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പോർഷൻ ഓർഡർ ചെയ്താൽ ഈസി ആയിട്ട് 2 പേർക്ക് കഴിക്കാൻ പറ്റും. സോ ഐ തിങ്ക് സോ ക്വാണ്ടിറ്റി വിൽ ബി റിയലി ഗുഡ് ആൻഡ് ഹോപ്പ്ഫുള്ളി ടേസ്റ്റിൽ ഓൾസോ ബി ഗുഡ്. പോർക്ക് കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യ. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഇവിടുത്തെ ഏറ്റവും ഫേമസ് സാധാരണ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും റോസ്റ്റ് പോർക്ക് ഇൻ ചില്ലി ആൻഡ് എന്താ ഇത് ഗാർലിക് തുടങ്ങിയാലോ പറയാ, കൊതിയായിട്ട് വയ്യ. വെരി നൈസ് ഫുഡ്, വെരി നൈസ് ഫുഡ്. ശരിക്കും ചൈനീസ് ക്രേവിങ് അവസാനിച്ചിട്ടുണ്ട്. പോർക്ക് പെർഫെക്റ്റ്, ലിറ്റിൽ എമൗണ്ട് ഓഫ് ഫാറ്റ്, ലോഡ് ഓഫ് മീറ്റ്, അധികം സോസ് ഇല്ല, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് സോയ, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി. ആൻഡ് ഫ്രൈഡ് റൈസ് ഒട്ടും ഫ്ലേവർ ഇല്ല. അങ്ങനെ ആയിരിക്കണം ഫ്രൈഡ് റൈസ്. ആ മീറ്റിൻ്റെ ഫ്ലേവർ കോംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. സോ ആ ചൈനീസ് ക്രേവിങ് ഇന്നത്തോടെ അവസാനിച്ചു. ടോട്ടലി എൻജോയിങ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.